ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 6th സ്റ്റാൻഡേർഡിലെ അട്രാക്ഷൻ റെപ്പൽഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് കുറച്ച് സ്ലൈറ്റ്ലി മാറ്റി സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് ആൻഡ് ടെക് എന്നാക്കി. നമുക്ക് സമയങ്ങളുടെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നാച്ചുറൽ മാഗ്നറ്റ്? ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ് നാച്ചുറൽ മാഗ്നറ്റ്? ലോഡ്സ്റ്റോൺ ആണ് കറക്റ്റായ ഉത്തരം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാഗ്നറ്റ് അട്രാക്ട്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ്? ഈ പറയുന്നതിൽ ഏതൊക്കെയാണ് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുക? അയൺ, നിക്കൽ, കൊബാൾട്ട്, ഓൾ ഓഫ് ദിസ്. ഇതിൽ ഉത്തരം ഓൾ ഓഫ് ദിസ് ആണ്. അയണും നിക്കളും കൊബാൾട്ടും അട്രാക്ട് ചെയ്യും. വിച്ച് പാർട്ട് ഓഫ് എ മാഗ്നറ്റ് ഹാസ് എ സ്ട്രോങ്ങസ്റ്റ് മാഗ്നറ്റിക് ഫോഴ്സ്? ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ കാന്തിക ശക്തി ഉള്ളത്? പോൾസിനാണ്. ഓക്കെ. വിച്ച് ഡിവൈസ് യൂസസ് എ മാഗ്നറ്റ് ടു ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ? ഈ പറയുന്നവയിൽ ഏതാണ് മാഗ്നറ്റിൻ്റെ സഹായത്തോടെ കാന്തത്തിൻ്റെ സഹായത്തോടെ ദിശ സൂചിപ്പിക്കുക? ഉത്തരം കോമ്പസ് ആണ്, നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് വിൽ നോട്ട് ബി അട്രാക്റ്റഡ് ടു എ മാഗ്നറ്റ്? ഈ പറയുന്നതിൽ ഏതാണ് ഒരു കാന്തത്തോട് അടുക്കാത്തത്? ഗോൾഡ്, അയൺ, നിക്കൽ, കൊബാൾട്ട്. അയൺ, നിക്കൽ, കൊബാൾട്ട് ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഗോൾഡ് ഈസ് നോട്ട് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഗോൾഡ്. Okay. What happens when opposite poles of two magnets are brought close to each other? They attract each other, they repel each other, nothing happens, they rotate. അത് അട്രാക്റ്റ് ചെയ്യണം. ഓപ്പോസിറ്റ് പോൾസ് വരുമ്പോൾ അട്രാക്റ്റ് ചെയ്യും, ഒരേ പോൾസ് വരുമ്പോൾ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് എ മാഗ്നറ്റ്? ഈ പറയുന്നതിൽ മാഗ്നറ്റിൻ്റെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഓൾവേസ് പോയിൻറ്റ്സ് നോർത്ത് സൗത്ത്. അത് കറക്റ്റാണ്. എ മാഗ്നറ്റ് ക്യാൻ അട്രാക്ട് അതർ മാഗ്നറ്റ്സ്. അതും കറക്റ്റാണ്. എ മാഗ്നറ്റ് ക്യാൻ ലൂസ് ഇറ്റ്സ് മാഗ്നറ്റിസം ഇഫ് ഹീറ്റഡ്. അത് തെറ്റാണ്. ഒരു മാഗ്നറ്റ് ചൂടാക്കിയാൽ അതിൻ്റെ മാഗ്നറ്റിസം ലോസ് ആവില്ല. എ മാഗ്നറ്റ് ഹാസ് ഓൺലി വൺ പോൾ. അല്ല, മാഗ്നറ്റിന് 2 പോളുണ്ട്, നോർത്തും സൗത്തും അല്ലേ? ഓക്കെ. എയ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്? പറയുന്നതിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടി വ്യവസ്ഥ ഏതാണ്? ഇറ്റ് ക്യാൻ ബി സീൻ, ഇറ്റ് ക്യാൻ ബി ഫെൽറ്റ്, ഇറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ എ കോമ്പസ്, ഓൾ ഓഫ് ദിസ്. ഇറ്റ് ക്യാൻ ബി സീൻ, കാണാൻ കഴിയില്ല. ഇറ്റ് ക്യാൻ ബി ഫെൽറ്റ്, ഒരു മാഗ്നറ്റ് അടുത്തുണ്ടോ, ഒരു നീഡിലോ അങ്ങനെ എന്തെങ്കിലും ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അടുത്തുണ്ടായാലും നമുക്ക് ഫെൽറ്റ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ എ കോമ്പസ്. കോമ്പസ് കൊണ്ടും കണ്ടുപിടിക്കാം. പക്ഷെ വളരെ ശരിയായ ഉത്തരം ഇറ്റ് ക്യാൻ ബി ഫെൽറ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് വെർ ഇറ്റ്സ് മാഗ്നറ്റിക് ഫോഴ്സ് ക്യാൻ ബി ഫെൽറ്റ്? ഒരു സ്ഥലം, അതിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫോഴ്സിനെ നമുക്ക് ക്യാൻ ബി ഫെൽറ്റ്. ആ ഒരു സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ്? മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ. ഇനി നിങ്ങൾക്കായുള്ളൊരു ബോണസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ടെമ്പററി മാഗ്നറ്റ്? ബാർ മാഗ്നറ്റ്, ഹോഴ്സ്ഷൂ മാഗ്നറ്റ്, അയൺ നെയിൽ പ്ലേസ്ഡ് നിയർ എ മാഗ്നറ്റ്, ലോഡ്സ്റ്റോൺ. ഇതിലേതാണ് ഒരു ടെമ്പററി മാഗ്നറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടാതെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്കും കമൻറ്റും ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.